Section 55 Cyclotomic Extensions. The Galois group of a cyclotomic extension. 55.1 The splitting field of x raised to n minus 1 over f is the nth cyclotomic extension of f. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് nth cyclotomic extension of f എന്ന് പറഞ്ഞാൽ? The splitting field of x raised to n minus 1 over f-നെയാണ് നമ്മൾ nth cyclotomic extension of f എന്ന് പറയുക. എന്താണ് ഈ സ്പ്ലിറ്റിംഗ് ഫീൽഡ്? സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ ദ ഫീൽഡ് എഫിനെയാണ് നമ്മൾ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. കെ എന്ന് പറയുന്നത് ഒരു സെപ്പറബിൾ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫ് ആണെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റിംഗ് ആണ്, അതുകൊണ്ട് തന്നെ അത് കെയിൽ സ്പ്ലിറ്റ് ആവും. അതായത് അതിന് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ക്യൂവിൻ്റെ മുകളിലുള്ള ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് ക്യൂ ഓഫ് റൂട്ട് ടു. ക്യൂവിൻ്റെ മുകളിലുള്ളൊരു സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് എന്ത്? ക്യൂ ഓഫ് റൂട്ട് ടു. എക്സ് സ്ക്വയർ മൈനസ് 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സീറോസ് ഏതൊക്കെയാണ്? പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 ആണ്. എക്സ് സ്ക്വയർ മൈനസ് 2ന് നമുക്ക് എന്താ ക്യൂ ഓഫ് റൂട്ട് 2ൽ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. എക്സ് സ്ക്വയർ മൈനസ് 2ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് റൂട്ട് 2 ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് 2 എന്ന് എഴുതാൻ പറ്റും. അതായത് എക്സ് സ്ക്വയർ മൈനസ് 2ന് നമുക്ക് ക്യൂ ഓഫ് റൂട്ട് 2ൽ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എന്താണ് nth സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ഓഫ് എഫ് എന്ന് മനസ്സിലായി. നെക്സ്റ്റ് ഒരു നോട്ടാണ്. ഫസ്റ്റ് വൺ, ലെറ്റ് എഫ് ബി എനി ഫീൽഡ്. ലെറ്റ് എക്സ് റേസ് ടു എൻ മൈനസ് 1 ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ് ആൻഡ് ലെറ്റ് ആൽഫ ബി എനി സീറോ ഓഫ് എക്സ് റേസ് ടു എൻ മൈനസ് 1. എഫ് ആൽഫ എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ മൈനസ് 1ൻ്റെ ഒരു സീറോ ആണ്. Let j of x equal to x raised to n minus 1 by x minus alpha. Then g of x equal to x raised to n minus 1 by x minus alpha equal to, അത് നമുക്ക് എഴുതാൻ പറ്റും, x raised to n minus 1 plus alpha x raised to n minus 2 plus alpha square x raised to n minus 3 plus etc plus alpha raised to n minus 2x plus alpha raised to n minus 1 എഴുതാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജി ഓഫ് ആൽഫ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സിൻ്റെ അവിടെ ആൽഫ വരും. ആൽഫ റേസ് ടു എൻ മൈനസ് 1 പ്ലസ് ആൽഫ റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സിഡ്ര പ്ലസ് ആൽഫ റേസ് ടു എൻ മൈനസ് 1. അത് എൻ ടൈംസിൽ വരും. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു ആൽഫ റേസ് ടു എൻ മൈനസ് 1 എഴുതാൻ പറ്റും. വിച്ച് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു ആൽഫ റേസ് ടു എൻ ബൈ ആൽഫ എന്ന് എഴുതാൻ പറ്റും. വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ റേസ് ടു എൻ എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് നമുക്ക് n ഇൻറ്റു 1 ബൈ ആൽഫ എഴുതാൻ പറ്റും. വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0 പ്രൊവൈഡഡ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എഫ് ഡസ് നോട്ട് ഡിവൈഡഡ് n. Therefore alpha is a zero of multiplicity 1 of the polynomial x raised to n minus 1. അപ്പോൾ നമുക്ക് ആൽഫ എന്ന് പറയുന്നത് x raised to n minus 1 ഒരു 0 ആണ് കിട്ടി. ഹെൻസ് ഓൾ സീറോസ് ഓഫ് x raised to n minus 1 is of multiplicity 1. Therefore the splitting field of, ഇവിടെ x raised to n minus 1 ആട്ടോ. Therefore the splitting field of x raised to n minus 1 is separable and thus a normal extension of f. അപ്പോൾ എന്താണ് ഒരു ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്? എഫ് എന്ന ഫീൽഡിൽ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷനാണ് കെ എന്ന് പറയുന്നത്. എഫ് എന്ന് പറഞ്ഞ ഫീൽഡിൽ ഫൈനൈറ്റ് എക്സ്റ്റൻഷനാണ് കെ. കെ സെപ്പറബിൾ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? നോർമൽ ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷൻ ഓഫ് എഫ് എന്ന് പറയും. കെ എന്ന് പറയുന്നത് ഒരു സെപ്പറബിൾ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്റ്റൻഷൻ കെനെ നമ്മൾ ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷൻ എന്ന് പറയും. അപ്പോൾ എന്താണ് ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷൻ എന്ന് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് 2, ആസ് ഡിസ്കസ്ഡ് അബവ് അസ്യൂം ദാറ്റ് കെ ഈസ് ദ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എക്സ് റേസ് ടു എൻ മൈനസ് 1 ഓവർ എഫ്. അപ്പോൾ കെ എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ മൈനസ് 1ൻ്റെ ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡാണ്. Then x raised to n minus 1 has
distinct zeros in K, and these form a cyclic group of order n and has phi of n generators. അപ്പോൾ എന്താ പറയണത്, എക്സ് റേസ് ടു എൻ മൈനസ് വണ്ണിന് n ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഉണ്ട് കയ്യിൽ, ആൻഡ് ദീസ് ഫോം എ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ n ആൻഡ് ഹാസ് ഫൈ ഓഫ് n ജനറേറ്റേഴ്സ്. അപ്പോൾ ഇത് ഒരു സൈക്ലിക് ഗ്രൂപ്പ് ഫോം ചെയ്യും, അതിൻ്റെ ഓർഡർ എന്തായിരിക്കും, n ആയിരിക്കും, ആൻഡ് ഇറ്റ് ഹാസ് ഫൈ ഓഫ് n ജനറേറ്റേഴ്സ് ഉണ്ടാകും. These phi of n generators are exactly the primitive nth root of unity. അപ്പോൾ ഈ phi of n ജനറേറ്റേഴ്സിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് nth root of unity എന്ന് പറയുന്നത്. എന്താണ് ഈ പ്രിമിറ്റീവ് nth root of unity? അത് നമുക്കറിയാം, ആൽഫ ഐ റേസ് ടു n ഈക്വൽ ടു 1. ഇതിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് nth root of unity എന്ന് പറയുന്നത്. ആൽഫ ഐ റേസ് ടു n ഈക്വൽ ടു 1 ഇതാണ് പ്രിമിറ്റീവ് nth root of unity. നെക്സ്റ്റ് ഒരു ഡെഫിനിഷനാണ്, ദ പോളിനോമിയൽ phi n of x ഈക്വൽ ടു പ്രോഡക്റ്റ് i ഈക്വൽ ടു 1 to n, i ഈക്വൽ ടു 1 to phi of n, x മൈനസ് ആൽഫ ഐ. അപ്പോൾ എന്താണ് ഈ ഒരു ഇക്വേഷൻ, ഈ phi n ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഇതെന്ന് പറയുന്നത് എന്താണ്, ഇത് അപ്പർ കേസ് ഫൈ എന്നാണ് ഇതിനെ പറയുക, അപ്പർ കേസ് ഫൈ. ഇതെന്ന് പറയുന്നത് ലോവർ കേസ് ഫൈ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഫൈ ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്, ഓയിലർ ഫൈ ഫംഗ്ഷൻ്റെ ഫൈ ആണിത്. ഓയിലർ ഫൈ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. എന്താ ഓയിലർ ഫൈ ഫംഗ്ഷൻ, എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈമായിട്ടുള്ള എന്നിൻ്റെ താഴെയുള്ള നമ്പേഴ്സിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ ഓയിലർ ഫൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓയിലർ ഫൈ ഫംഗ്ഷൻ്റെ ആ ഫൈ ആണ് ഇത്. ഇതെന്ന് പറയുന്നത് അപ്പർ കേസ് ഫൈയും ഇത് ലോവർ കേസ് ഫൈയും. അപ്പോൾ എന്താണ്, ഫൈ എൻ ഓഫ് എക്സ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഐ ഈക്വൽ ടു 1 to phi of n ഇൻറ്റു എക്സ് മൈനസ് ആൽഫ ഐ, വേർ ആൽഫ ഐ എന്താണ്, പ്രിമിറ്റീവ് nth root of unity in f bar is called the nth cyclotomic polynomial over f. അപ്പോൾ എന്താണ് nth cyclotomic polynomial over f എന്ന് പറയുന്നത്, phi n of x ഈക്വൽ ടു പ്രൊഡക്റ്റ് i ഈക്വൽ ടു 1 to phi of n എക്സ് മൈനസ് ആൽഫ ഐ. ഇതിനാണ് നമ്മൾ nth cyclotomic polynomial over f എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോട്ട്, an automorphism of the Galois group G of K over F must permute the primitive nth root of unity. ഇതിന് നമ്മൾ എങ്ങനെയാണ്, ഇതിന് നമ്മൾ ഗാൽവ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. അപ്പോൾ എന്താണ്, an automorphism of the Galois group G of K over F. G of K over F എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ഓഫ് ഓട്ടോമോർഫിസം ഓഫ് K ലീവ്സ് F ഫിക്സ്ഡ്. അതാണ് G of K over F. സെറ്റ് ഓഫ് ഓട്ടോമോർഫിസം ഓഫ് K ലീവ്സ് F ഫിക്സ്ഡ് മസ്റ്റ് പെർമ്യൂട്ട് ദ പ്രിമിറ്റീവ് nth root of unity. അതായത് ഗാൽവ ഗ്രൂപ്പിൻ്റെ ഓട്ടോമോർഫിസം G of K over F നമ്മുടെ പ്രിമിറ്റീവ് nth root of യൂണിറ്റിനെ പെർമ്യൂട്ട് ചെയ്യും. These automorphism will leave phi n of x fixed when extended in the natural way to K of x. Sigma belongs to G of K over F. Sigma എന്ന് പറയുന്നത് G of K over Fലെ ഒരു എലമെൻ്റ് ആണ്, which implies G of K over F എന്താണെന്നറിയാം, സെറ്റ് ഓഫ് ഓട്ടോമോർഫിസം ഓഫ് K leaves F fixed. അപ്പോൾ അതുകൊണ്ട് തന്നെ സിഗ്മാനെ നമുക്ക് എഴുതാം, സിഗ്മ ഫ്രം K to K അതൊരു ഓട്ടോമോർഫിസം ആണ്, ദാറ്റ് ലീവ്സ് F ഫിക്സ്ഡ്. K എന്ന് പറയുന്നത് എന്താണ്, സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എക്സ് റേസ് ടു n മൈനസ് 1 ആണ്. ആൽഫ എന്ന് പറയുന്നത് എന്താണ്, പ്രിമിറ്റീവ് nth root of unity, വേർ i ഈക്വൽ ടു 1 to etc up to phi of n. ആൽഫ i റേസ് ടു n ഈക്വൽ ടു 1 ആണ്, കാരണം എന്താണ്, പ്രിമിറ്റീവ് nth root of unity എന്ന് പറയുന്നത് ആൽഫ i റേസ് ടു n ഈക്വൽ ടു 1 ആണ്, വേർ ആൽഫ i റേസ് ടു m which is not equal to 1 for all m less than n. Therefore, sigma of alpha I equal to primitive nth root of unity which is equal to alpha j for some j belongs to 1 to etc up to phi of n.
അപ്പോൾ സിഗ്മ ഓഫ് ആൽഫ ഐ എന്ന് പറയുന്നത് എന്ത് കിട്ടി? ഈക്വൽ ടു ആൽഫ ജെ ആണ്. അപ്പോൾ എന്താണ് ഫൈ എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, വിച്ച് ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഐ ഈക്വൽ ടു 1 to 5 ഓഫ് എൻ എക്സ് മൈനസ് ആൽഫ ഐ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിഗ്മ എക്സ് ബാർ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഫ്രം കെ ഓഫ് എക്സ് ടു കെ ഓഫ് എക്സ് ആയിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സിഗ്മ എക്സ് ബാർ ഓഫ് ഫൈ എൻ ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എന്ത് എഴുതാൻ പറ്റും? പ്രൊഡക്റ്റ് ഐ ഈക്വൽ ടു 1 to 5 ഓഫ് എൻ സിഗ്മ എക്സ് ബാർ ഓഫ് എക്സ് മൈനസ് സിഗ്മ എക്സ് ബാർ ഓഫ് ആൽഫ ഐ, അങ്ങനെ എഴുതാൻ പറ്റും. അതായത് നമുക്കറിയാം ഫൈ എൻ ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഫൈ എൻ ഓഫ് എക്സ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഐ ഈക്വൽ ടു 1 to 5 ഓഫ് എൻ എക്സ് മൈനസ് ആൽഫ ഐ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിഗ്മ എക്സ് ബാർ ഓഫ് ഫൈ എൻ ഓഫ് എക്സിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. പ്രൊഡക്റ്റ് ഐ ഈക്വൽ ടു 1 to 5 ഓഫ് എൻ സിഗ്മ എക്സ് ബാർ ഓഫ് എക്സ് മൈനസ് സിഗ്മ എക്സ് ബാർ ഓഫ് ആൽഫ ഐ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ജെ ഈക്വൽ ടു 1 to 5 ഓഫ് എൻ എക്സ് മൈനസ് ആൽഫ ജെ എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? ഫൈ എൻ ഓഫ് എക്സ്. ഫൈ എൻ ഓഫ് എക്സ് ഈസ് ലെഫ്റ്റ് ഫിക്സ്ഡ് അണ്ടർ എവറി എലമെൻറ്റ് ഓഫ് g of k over f regarded as extended in natural way to k of x. Therefore, phi n of x belongs to f of x. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫൈ എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിലെ ഒരു എലമെൻ്റ് ആണ് കിട്ടി. ഇഫ് കെ എഫ് ഈക്വൽ ടു 5 ആണെന്നുണ്ടെങ്കിൽ ദെൻ ഫൈ എൻ ഓഫ് എക്സ് എഫ് ഈക്വൽ ടു ക്യൂ, 5 അല്ല ക്യൂ, എഫ് ഈക്വൽ ടു ക്യൂ ആണെന്നുണ്ടെങ്കിൽ ദെൻ ഫൈ എൻ ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യൂ ഓഫ് എക്സ്. അതായത് എഫിന് പകരം അവിടെ എന്ത് വന്നു? ക്യൂ എന്ന് വന്നു. അപ്പോൾ എന്ത് കിട്ടി? ഫൈ എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് അപ്പർ കേസ് ഫൈ എൻ ഓഫ് എക്സ് ഈസ് എ ഡിവൈസർ ഓഫ് എക്സ് റേസ് ടു എൻ മൈനസ് 1 എന്ന് കിട്ടും. ബൈ തിയറം 23.11 നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ആ തിയറം എന്താ പറയണത്? ഇഫ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു സെഡ് ഓഫ് എക്സ് ദെൻ എഫ് ഓഫ് എക്സ് ഫാക്ടേഴ്സ് ഇൻ ടു എ product of two polynomial of lower degree r and s in q of x if and only if it has such a factorization with the polynomials of same degree r and s in z of x. അപ്പോൾ ഈ തിയറത്തിൽ എന്താണ് പറയുന്നത്? എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു സെഡ് ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ദെൻ എഫ് ഓഫ് എക്സ് ഫാക്ടേഴ്സ് ഇൻ ടു എ പ്രൊഡക്റ്റ് ഓഫ് ടു പോളിനോമിയൽസ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സിനെ രണ്ട് പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റും. വിച്ച് ഈസ് ഓഫ് ലോവർ ഡിഗ്രി ആർ ആൻഡ് എസ് ഇൻ ക്യൂ ഓഫ് എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് സച്ച് എ ഫാക്ടറൈസേഷൻ വിത്ത് പോളിനോമിയൽസ് ഓഫ് സെയിം ഡിഗ്രി ആർ ആൻഡ് എസ് ഇൻ ഇസഡ് ഓഫ് എക്സ്. ദെർഫോർ ഫൈ എൻ ഓഫ് എക്സ് ബിലോങ്സ് ടു ഇസഡ് ഓഫ് എക്സ്. അതുകൊണ്ട് തന്നെ ഫൈ എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു ഇസഡ് ഓഫ് എക്സ് ആയിരിക്കും. ഈ തിയറം വെച്ചിട്ടാണ് ബൈ കൊറോളറി 23.17 phi p of x is irreducible over q. കൊറോളറി 23.7 എന്താ പറയുന്നത്? അതിൽ പറയുന്നുണ്ട് ദ പോളിനോമിയൽ ഫൈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറെഡ്യൂസിബിൾ ഓവർ ക്യൂ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഫൈ പി ഓഫ് എക്സ് ഇറെഡ്യൂസിബിൾ ഓവർ ക്യൂ എന്ന് കിട്ടും. നെക്സ്റ്റ്, consider our discussion for fields of characteristic 0. Consider x raised to n minus 1 belongs to q of x. അപ്പോൾ എക്സ് റേസ് ടു എൻ മൈനസ് 1 എന്ന് പറയുന്നത് ക്യൂ ഓഫ് എക്സിലൊരു എലമെൻ്റ് ആണ്. സീറോസ് ഓഫ് എക്സ് റേസ് ടു എൻ മൈനസ് 1 ആർ ഗിവൺ ബൈ ഇ റേസ് ടു ഐ 2k പൈ ബൈ എൻ. എക്സ് റേസ് ടു എൻ മൈനസ് 1ൻ്റെ സീറോസ് ആണ് e raised to I 2k pi by n where k equal to 0, 1 etc. up to n minus 1. For k equal to 1, 0 is k equal to 1 ആണെന്നുണ്ടെങ്കിൽ 0 എന്ത് വരും? e raised to I 2k pi by n. അവിടെ k 1 കൊടുക്കും. അപ്പോൾ നമുക്ക് e raised to I 2 pi by n കിട്ടും. അതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു cos 2 pi by n പ്ലസ് I sin 2 pi by n കിട്ടും. cos 2 pi by n plus I sin 2 pi by n is an nth root of unity.
the least integer n such that cos 2 pi by n plus I sin 2 pi by n whole raised to n equal to 1. അതായത് cos 2 pi by n plus I sin 2 pi by n whole raised to n എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ എന്നും കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? cos 2 pi പ്ലസ് I sin 2 pi എന്നാണ് കിട്ടുക. ഇതെന്താണെന്ന് നമുക്കറിയാം, 1 ആണ്. അപ്പോൾ ഇവിടെ എന്താണ് കിട്ടുന്നത്? cos 2 pi by n പ്ലസ് I sin 2 pi by n whole raised to n equal to 1. Thus, cos 2 pi by n plus I sin 2 pi by n is a primitive nth root of unity. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. കാരണം പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് ആൽഫ I റേസ്ഡ് ടു n ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടി? ഈക്വൽ ടു 1 കിട്ടിയില്ല. അതുകൊണ്ട് അത് പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി ആയിരിക്കും. വിച്ച് ഇസ് 0 ഓഫ് phi n of x ബിലോങ്സ് ടു q of x. അതുകൊണ്ട് തന്നെ അത് phi n of x ൻ്റെ ഒരു 0 ആയിരിക്കും. phi n of x എന്തായിരിക്കും? ബിലോങ്സ് ടു q of x ആണ്. അപ്പോൾ അതിൻ്റെ ഒരു 0 ആയിരിക്കും. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് 55.3 എക്സാമ്പിൾ. എ പ്രിമിറ്റീവ് എയ്ത്ത് റൂട്ട് ഓഫ് യൂണിറ്റി ഇൻ സി ഈസ് എന്താണ്? സീറ്റ എന്ന് പറയുമ്പോൾ ഇതെന്താണ്? സീറ്റ ഈക്വൽ ടു കോസ് 2 pi by 8 പ്ലസ് I sin 2 pi by 8. അപ്പോൾ പ്രിമിറ്റീവ് എയ്ത്ത് റൂട്ട് ഓഫ് യൂണിറ്റി എന്താണ്? സീറ്റ ഈക്വൽ ടു കോസ് 2 pi by 8 പ്ലസ് I sin 2 pi by 8 വിച്ച് ഇസ് ഈക്വൽ ടു അതിന് എന്ത് കിട്ടും? കോസ് 2 pi by 8 അത് 2ഉം 8ഉം അങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് പൈ ബൈ 4 എന്ന് കിട്ടും. പ്ലസ് I sin പൈ ബൈ 4 എന്ന് കിട്ടും. കോസ് പൈ ബൈ 4 1/√2 പ്ലസ് I sin പൈ ബൈ 4 1/√2 വിച്ച് ഇസ് ഈക്വൽ ടു 1 പ്ലസ് I/√2. All primitive eighth root of unity in Q are theta, theta cube, theta raised to 5, theta raised to 7. അപ്പോൾ all primitive eighth root of unity in Q are primitive eighth root of unity in Q ഏതൊക്കെയാണ്? സീറ്റ, സീറ്റ ക്യൂബ്, സീറ്റ റേസ് ടു 5, സീറ്റ റേസ് ടു 7. അതായത് 8നോട് റിലേറ്റീവ്ലി പ്രൈമായിട്ട് ഉള്ളത് പവറായിട്ട് വരും. ഇപ്പോൾ നോക്കിയേ 1 3 5 7 ആണ്. ഇതൊക്കെ 8ഉമായിട്ട് എന്താണ്? റിലേറ്റീവ്ലി പ്രൈമാണ്. അതുകൊണ്ട് തന്നെ ഇതായിരിക്കും പ്രിമിറ്റീവ് എയ്ത്ത് റൂട്ട് ഓഫ് യൂണിറ്റി ഇൻ ക്യൂ. Therefore, phi 8 of x എന്ത് വരും? phi 8 of x നമുക്കറിയാം. phi n of xൻ്റെ ഡെഫിനേഷൻ എന്താണ്? പ്രൊഡക്റ്റ് I ഈക്വൽ ടു 1 to n x മൈനസ് ആൽഫ I ആണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? phi 8 of x നമുക്ക് x മൈനസ് സീറ്റ ഇൻറ്റു x മൈനസ് സീറ്റ ക്യൂബ് ഇൻറ്റു x മൈനസ് സീറ്റ റേസ് ടു 5 ഇൻറ്റു x മൈനസ് സീറ്റ റേസ് ടു 7 എഴുതാൻ പറ്റും. സീറ്റ റേസ് ടു 8 ഈക്വൽ ടു 1 ആണ്. സീറ്റ റേസ് ടു 4ന് നമ്മൾ എന്തായിരിക്കും? കോസ് 2 pi by 8 പ്ലസ് I sin 2 pi by 8 ഹോൾ റേസ് ടു 4 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു കോസ് 2 pi 4 by 8 പ്ലസ് I sin 2 pi 4 by 8 which is equal to cos pi plus I sin pi. അപ്പോൾ എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു -1 ആണ്. അപ്പോൾ എന്താണ്? phi 8 of x. അപ്പോൾ ഈ വാല്യൂസൊക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. phi 8 of x എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം കേട്ടോ. പിന്നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഇത് നമ്മൾ സോൾവ് ചെയ്യും. phi 8 of x എന്ന് പറയുന്നത് എന്താണ്? x മൈനസ് സീറ്റ ഇൻറ്റു x മൈനസ് സീറ്റ ക്യൂബ് ഇൻറ്റു x മൈനസ് സീറ്റ റേസ് ടു 5 ഇൻറ്റു x മൈനസ് സീറ്റ റേസ് ടു 1. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് എടുത്തു ഇവിടെ എഴുതി. അതേപോലെ തന്നെ ഇത് രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് എടുത്തു ഇവിടെ എഴുതി. എന്നിട്ട് ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യാണ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് എന്ത് ആൻസർ കിട്ടും? അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ എന്ത്? ലാസ്റ്റ് ആൻസർ x റേസ് ടു 4 + 1 കിട്ടി.
അതായത് phi 8 of x equal to x raised to 4 plus 1 at നോട്ട്. അസ്യൂം വിത്തൗട്ട് പ്രൂഫ് phi n of x is irreducible over q. നമുക്കറിയാം phi n of x എന്ന് പറയുന്നത് റെഡ്യൂസിബിൾ ഓവർ q ആണ്. ലെറ്റ് സീറ്റ ഈക്വൽ ടു കോസ് 2π ബൈ n പ്ലസ് ഐ സൈൻ 2π ബൈ n ഈസ് പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി. നമ്മൾ നേരത്തെ കണ്ടു ഇത് പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. സീറ്റ ഈസ് എ ജനറേറ്റർ ഓഫ് സൈക്ലിക് മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ n. സീറ്റ എന്ന് പറയുന്നത് സൈക്ലിക് മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ എന്നിൻ്റെ ജനറേറ്റർ ആണ്. കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ nth റൂട്ട് ഓഫ് യൂണിറ്റി, അതായത് എല്ലാ nth റൂട്ട് ഓഫ് യൂണിറ്റീസും ഉണ്ടായിരിക്കും. പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി ഈക്വൽ ടു എന്താണ് പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ജനറേറ്റേഴ്സ് ഓഫ് ദിസ് ഗ്രൂപ്പ്. They are of the form theta raised to m for 1 less than or equal to m less than n. അത് ഏത് ഫോമിലായിരിക്കും? സീറ്റ റേസ് ടു എം എന്ന് പറഞ്ഞ ഫോമിലായിരിക്കും. എം റിലേറ്റീവ്ലി പ്രൈം ടു എൻ ആണ്. എം എന്ന് പറയുന്നത് റിലേറ്റീവ്ലി പ്രൈം ടു എൻ ആണ്. കെ ഈക്വൽ ടു ക്യൂ ഓഫ് സീറ്റ ഈ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എക്സ് റേസ് ടു എൻ മൈനസ് 1 ഓവർ ക്യൂ. കെ ഈക്വൽ ടു ക്യൂ ഓഫ് സീറ്റ എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ മൈനസ് 1ൻ്റെ ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് ഓവർ ദ ഫീൽഡ് ക്യൂ. ലെറ്റ് സീറ്റ റേസ് ടു എം ബി അനദർ പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി. സീറ്റ റേസ് ടു എം എന്ന് പറയുന്നത് അനദർ പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. സീറ്റ ആൻഡ് സീറ്റ റേസ് ടു എം ആർ കോൺജുഗേറ്റ് ഓവർ ക്യൂ. ദർ ഈസ് എൻ ഓട്ടോമോർഫിസം. ടോ എം ബിലോങ്സ് ടു ജി ഓഫ് കെ ഓവർ ക്യൂ. അപ്പോൾ അവിടെ ഒരു ഓട്ടോമോർഫിസം ഉണ്ടായിരിക്കും ടോ എം വിച്ച് ബിലോങ്സ് ടു ജി ഓഫ് കെ ഓവർ ക്യൂ. മാപ്പിംഗ് എങ്ങനെയാണ് മാപ്പ് ചെയ്യുന്നത്? സീറ്റ ടു സീറ്റ റേസ് ടു എമ്മിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ലെറ്റ് സീറ്റ റേസ് ടു ആർ ബി അനദർ പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി. സീറ്റ റേസ് ടു ആറും ഒരു പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. അപ്പോൾ ഇവിടെ സീറ്റ റേസ് ടു എം എന്ന് പറയുന്നത് പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. സീറ്റ റേസ് ടു ആറും പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോ ആർ ബിലോങ്സ് ടു ജി ഓഫ് കെ ഓവർ ക്യൂ മാപ്പിംഗ് സീറ്റ ടു സീറ്റ റേസ് ടു ആർ. ഇവിടെ സീറ്റ റേസ് ടു എം എന്ന് പറയുന്നത് പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഓട്ടോമോർഫിസം ഉണ്ടായിരിക്കും ടോ എം ബിലോങ്സ് ടു ജി ഓഫ് കെ ഓവർ ക്യൂ മാപ്പിംഗ് സീറ്റ ടു സീറ്റ റേസ് ടു എം. അതേപോലെ തന്നെ സീറ്റ റേസ് ടു ആറും പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. where to r belongs to g of k over q mapping theta to theta raised to r ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. then term to r of theta which is equal to term of theta raised to r. നമുക്കറിയാം to r belongs to g of k over q mapping theta to theta raised to r ലേക്കാണ് മാപ്പ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ടോ ആർ ഓഫ് സീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോ ആർ ഫ്രം സീറ്റ ടു സീറ്റ റേസ് ടു ആർ ആണ്. അപ്പോൾ ടോ ആർ ഓഫ് സീറ്റ ഈക്വൽ ടു സീറ്റ റേസ് ടു ആർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ടോ ആർ ഓഫ് സീറ്റ എന്ന് പറയുന്നത് സീറ്റ റേസ് ടു ആർ കൊടുത്തു. അപ്പോൾ ടോ എം ഓഫ് സീറ്റ റേസ് ടു ആർ ഈക്വൽ ടു ടോ എം ഓഫ് സീറ്റ റേസ് ടു ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോ എം ഓഫ് സീറ്റ ഹോൾ റേസ് ടു ആർ ആയിരിക്കും. ടോ എം ഓഫ് സീറ്റ എന്ന് പറയുന്നത് എന്താണ്? സീറ്റ റേസ് ടു എം ആണ്. കാരണം ടോ എം ഫ്രം സീറ്റ ടു സീറ്റ റേസ് ടു എം ആണ്. അപ്പോൾ ടോ എം ഓഫ് സീറ്റ എന്ന് പറയുന്നത് സീറ്റ റേസ് ടു എം ആയിരിക്കും. അപ്പോൾ സീറ്റ റേസ് ടു എം ഹോൾ റേസ് ടു ആർ എന്ന് കിട്ടി. വിച്ച് ഇസ് ഈക്വൽ ടു എന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സീറ്റ റേസ് ടു എം ആർ എന്ന് എഴുതാൻ പറ്റും. Therefore, Galois group G of K over Q which is isomorphic to Gn which is equal to consist of elements of Zn relatively prime to n under x modulo n. Galois group G of K over Q എന്ന് പറയുന്നത് Gn-ഉമായിട്ട് ഐസോമോർഫിക് ആയിരിക്കും. This group has 5 of n elements and is abelian. ഈ ഗ്രൂപ്പിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും? 5 of n എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അത് അബീലിയൻ ഗ്രൂപ്പായിരിക്കും.